സംസ്ഥാന സർക്കാരിനേറ്റ കിട്ടാവുന്ന ആരോപണങ്ങളെല്ലാം ശേഖരിച്ച് പ്രയോഗിച്ചിട്ടും പ്രതിപക്ഷത്തിനും BJPക്കും പക്ഷേ കാര്യമായി എന്നല്ല ഒരല്പം പോലും ഒന്നും ഇതുവരെ തടഞ്ഞിട്ടുമില്ല. അതിന്റെ നിരാശയാണ് ഇപ്പോഴും പ്രതിപക്ഷം കാട്ടിക്കൂട്ടുന്നത്. അതാണ് മദ്യനയത്തിലെ ചർച്ച എന്ന പേരിൽ ഇരു കക്ഷികളും ഇപ്പോൾ ആടിത്തിമർക്കുന്നത്. കോൺഗ്രസിന് എക്കാലവും പ്രിയപ്പെട്ട വിവാദം തന്നെയാണ് ബാർക്കോഴ. കാരണം ബാറുള്ള മടിയിൽ കനമുള്ള കോൺഗ്രസ് നേതാക്കൾ, കോൺഗ്രസ് ബന്ധുക്കളൊക്കെ നിരവധിയാണ്. അവരാണ് പണ്ട് KM മാണിയെ മന്ത്രിപദത്തിൽ നിന്നും ഇറക്കിയതും, അതും UDF സർക്കാരിന്റെ കാലത്ത്. അതുകൊണ്ട് ബാർക്കോഴ എന്ന് കേട്ടാൽ അവർ ആദ്യം തന്നെ ചാടിയിറങ്ങും. എന്നിട്ട് കൈ പൊള്ളുമ്പോൾ കളത്തിൽ നിന്നും തിരികെ കയറുകയും ചെയ്യും. ബാർക്കോഴ എന്ന പേരിൽ എന്താണ് ഇപ്പോൾ നടക്കുന്നത്? ഇല്ലാത്ത ഒരു വിഷയം ഉയർത്തി പുതിയൊരു വിവാദത്തിന് തിരികൊളുത്താൻ കോൺഗ്രസ് തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. നിലവിലെ മദ്യനയത്തിൽ മാറ്റമുണ്ടാക്കാൻ സർക്കാർ ഇതുവരെ പ്രാഥമിക ആലോചന പോലും നടത്തിയിട്ടില്ല എന്ന് വകുപ്പ് മന്ത്രി വരെ വ്യക്തമാക്കിയിട്ടും ടൂറിസം സെക്രട്ടറി വിളിച്ചു ചേർത്ത ഒരു യോഗത്തിന്റെ പേരിൽ പുതിയ വിവാദ വ്യവസായം ആരംഭിച്ചിരിക്കുന്നു പ്രതിപക്ഷം. നുണ ഫാക്ടറികൾ കിളഞ്ഞു നടത്തുന്നുണ്ട് നുണ ഉൽപ്പാദനം. അത് പ്രചരിപ്പിക്കുന്നതിൻ്റെ ഇടയിലാണ് തിരുവഞ്ചൂരിന്റെ മകൻ അർജുൻ രാധാകൃഷ്ണൻ കുടുങ്ങിപ്പോയത്. ടൂറിസം യോഗമെന്ന് ബാറുടമകൾ മാത്രമാണെന്ന് കരുതുന്നതിൽ കോൺഗ്രസുകാർ മാത്രമേ ഉണ്ടാകൂ. ടൂറിസം രംഗത്തെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളുടെയും പ്രതിനിധികളാണ് ടൂറിസം സെക്രട്ടറി ഒരു മാസം മുമ്പ് വിളിച്ചു ചേർത്തത്. സർക്കാരിന്റെ മദ്യനയം ചർച്ച ചെയ്യുന്നത് ബോട്ടുടമകളുടെ സംഘടനയടക്കം പങ്കെടുത്ത ഇത്തരം യോഗങ്ങളിലല്ല എന്ന് സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും വ്യക്തമായി അറിയാം. അത് കോൺഗ്രസും മനോരമയും മാതൃഭൂമിയും വലതുപക്ഷ ദൃശ്യമാധ്യമങ്ങളും പക്ഷേ അംഗീകരിക്കുന്നില്ല. കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ ഉൾപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് ഇതിനാധാരമായ വാർത്ത ആദ്യം പുറത്തു വന്നത് എന്നും സംശയാസ്പദമാണ്. ഇതിനു പിന്നിലെ ഗൂഢാലോചനയിലേക്കാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത്. LDF സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ കഴിഞ്ഞ 8 വർഷക്കാലത്തിനിടയിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ആക്ഷേപങ്ങൾ ഉയർത്തി കോലാഹലങ്ങൾ ഉയർത്തുന്നത് പതിവായിട്ടുണ്ട്. കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന സ്വർണ്ണക്കള്ളക്കടത്ത് വിവാദം ഇപ്പോൾ എവിടെ എത്തിയെന്ന് ഇവർ മിണ്ടുന്നില്ല. നയതന്ത്ര ബാഗേജിലൂടെയാണ് UAE നിന്നും സ്വർണ്ണക്കടത്ത് എത്തിയതെന്നും വിമാനത്താവളം കേന്ദ്ര സർക്കാരിന്റെ ആണെന്നതും വിദേശ രാജ്യത്ത് നിന്നാണ് സ്വർണം കൊണ്ടുവന്നത് എന്നതിനാലും കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തണമെന്നത് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആദ്യം കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടത്. UAE നിന്നും നയതന്ത്ര ബാഗേജ് വഴി ആരാണ് ഇവിടേക്ക് സ്വർണം അയച്ചത്? സ്വർണം കടത്തിയതാരാണ്? ഇവർ ആർക്കു വേണ്ടിയാണ് ഇവിടത്തേക്ക് സ്വർണം കടത്തിക്കൊണ്ടുവന്നത്? ഇക്കാര്യങ്ങളാണ് ഇനിയും വെളിവാകേണ്ടത്. ഇന്ത്യയുമായി നയതന്ത്രബന്ധമുള്ള രാജ്യമാണ് UAE. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസികൾക്ക് ഇക്കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പവുമാണ്. എന്നാൽ UAE നിന്നും സ്വർണം അയച്ചത് ആരാണെന്നോ കേരളത്തിലെ ഇതിൻ്റെ യഥാർത്ഥ ഗുണഭോക്താവ് ആരാണെന്നോ ഇപ്പോഴും വ്യക്തമാക്കാൻ കേന്ദ്ര ഏജൻസികൾക്ക് സാധിച്ചിട്ടില്ല. കേന്ദ്രമാകട്ടെ അന്വേഷണ ഉദ്യോഗസ്ഥരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റി കേസ് അട്ടിമറിക്കുകയാണ് ചെയ്തത്. നയതന്ത്ര ബാഗേജ് വഴിയാണ് സ്വർണം കടത്തിയതെന്ന് ED പറയുമ്പോഴും നയതന്ത്ര ബാഗേജിലൂടെ അല്ല സ്വർണം കടത്തിയതെന്ന് കേന്ദ്രമന്ത്രി V മുരളീധരൻ ആവർത്തിച്ച് പറഞ്ഞത് കേരളം കേട്ടതാണ്. യഥാർത്ഥ പ്രതികൾ BJPക്ക് വേണ്ടപ്പെട്ടവരാണ് എന്നതിലേക്കാണ് ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത്. യഥാർത്ഥ പ്രതികളെ പിടികൂടുന്നതിന് പകരം LDF സർക്കാരിനും പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ അപവാദ പ്രചരണത്തിന് തിരികൊളുത്തുകയാണ് പിന്നീട് കണ്ടത്. EDയുടെയും NIAയുടെയും ചില ഉദ്യോഗസ്ഥരും മലയാള മനോരമ അടക്കമുള്ള വലതുപക്ഷ മാധ്യമങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് ഇതിന് പിന്നിൽ അന്നേ ഉണ്ടായി. അപസർപ്പക നോവലുകളെ പോലും വെല്ലുവിളിക്കുന്ന നിലയിൽ കഥകൾ മെനഞ്ഞെടുത്ത് പ്രചരിപ്പിക്കുന്ന രീതിയാണ് തുടർന്നുണ്ടായത്. ബിരിയാണി ചെമ്പ്, വിശുദ്ധ ഖുർആൻ, ഈന്തപ്പഴം തുടങ്ങിയ നിരവധി കഥകൾ ഈ സഖ്യം മെനഞ്ഞെടുത്തു. പൊടിപ്പും തൊങ്ങലും ചേർത്ത് മനോരമയും മാതൃഭൂമിയും ഏഷ്യാനെറ്റും തുടർ പ്രചരണങ്ങൾ നടത്തി മുഖ്യമന്ത്രിക്ക് കുരുക്ക് മുറുകുന്നുവെന്ന് മനോരമയും മാതൃഭൂമിയും തുടർച്ചയായി ആവർത്തിച്ചു. എന്നിട്ടെവിടെ കുരുക്ക് മുറുകിയ മുഖ്യൻ? ഇന്ന് രാവിലെ നിയമസഭയിലെത്തി മുഖ്യൻ മടങ്ങി ഒരു കുഴപ്പവുമില്ലാതെ. നുണകൾ എന്തുമെടുക്കും, എന്തിനും നുണയെടുക്കും എന്നതാണ് പ്രതിപക്ഷത്തിന്റെ പ്രഖ്യാപിത മുദ്രാവാക്യം. സെക്രട്ടേറിയറ്റിലുണ്ടായ ഷോർട്ട് സർക്യൂട്ട് മൂലം സംഭവിച്ച തീപിടുത്തത്തിന് തന്നെ നിറങ്ങളും പല വ്യാഖ്യാനങ്ങളും അവർ നൽകി. അത് മാധ്യമ തമ്പുരാക്കന്മാർ കൊട്ടിഘോഷിച്ചു. കഴിഞ്ഞ 8 കൊല്ലം ഉയർത്തിയ ആക്ഷേപങ്ങൾ എവിടെ എത്തി എന്ന് തിരക്കാൻ പോലും ഇപ്പോൾ ഇവർ തയ്യാറാകുന്നില്ല. ഒരു പരമ്പരയെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന മാസങ്ങളിലെങ്കിലും. കോൺഗ്രസിന് വേണ്ടതായ ആരോപണ ശരങ്ങൾ എന്ന പേരിലെ ഒരു പരമ്പര. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതോടെ അട്ടഹാസങ്ങൾക്ക് ശക്തി കൂട്ടിയ പ്രതിപക്ഷം സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ തങ്ങളുടെ കള്ളപ്രചാരണ വേലകൾ ജനങ്ങൾ പുച്ഛത്തോടെ തള്ളുന്നത് കണ്ടുനിന്നു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF വലിയ വിജയം നേടിയെന്ന് കണ്ടതോടെ സമനിലെത്തിയ വലതുപക്ഷ മാധ്യമങ്ങളും പ്രതിപക്ഷങ്ങളും കൂടുതൽ ശക്തിയോടെ നുണകളുമായി രംഗത്ത് വന്നതിന്റെ ഫലമാണ് ഇപ്പോഴത്തെ സർക്കാരിനെതിരായ ഈ പ്രചരണങ്ങൾ. മുഖ്യമന്ത്രിയുടെ പത്നിയുടെ പേരിൽ സിംഗപ്പൂരിൽ കമല ഇന്റർനാഷണൽ എന്ന കമ്പനി ഉണ്ടെന്നടക്കമുള്ള നിരവധി പ്രഖ്യാപനങ്ങൾ ഇവർ നടത്തി. ഇതെല്ലാം ശുദ്ധ അസംബന്ധമായിരുന്നെന്നും സത്യത്തിന്റെ ഒരു കണിക പോലും ഇതിലില്ലെന്നും പിന്നീട് തെളിഞ്ഞതോടെ
മകളുടെ പേരിലായി ആരോപണങ്ങൾ. തുടർന്നാണ് ബാർക്കോഴ വിവാദമുണ്ടായത്. ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് കൈക്കൂലി വാങ്ങിയെന്ന ആക്ഷേപം പിന്നീട് ഉയർത്തിക്കൊണ്ടുവന്നു. അന്വേഷണത്തിന്റെ അവസാനം ആരോപണം ഉയർത്തിയവർ തന്നെ പ്രതികളായി. ഇപ്പോൾ മാധ്യമ തമ്പുരാക്കന്മാർക്ക് അതേപ്പറ്റി മിണ്ടാട്ടമില്ല. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട് മാസപ്പടി എന്ന വ്യാജ ആരോപണം ഈ ഗൂഢസംഘം പിന്നീട് മെനഞ്ഞെടുത്ത് പ്രചരിപ്പിച്ചു. കേന്ദ്ര ഏജൻസികളുടെ സഹായത്തോടെ ഈ ആക്ഷേപത്തിന് അവർ തുടക്കമിട്ടു. കരിമണൽ കമ്പനിയിൽ നിന്നും ഉമ്മൻചാണ്ടിയിലേക്കും രമേശ് ചെന്നിത്തലയും അടക്കം വൻതുക വാങ്ങിയിട്ടുണ്ടെന്ന് വ്യക്തമായിട്ടും അതിലൊന്നും തൊടാതെ രണ്ട് കമ്പനികൾ തമ്മിൽ നിയമാനുസൃതമായി ബാങ്ക് വഴി നടത്തിയ ഇടപെടലെക്കുറിച്ച് ചില രേഖകൾ കൊണ്ടുവന്ന് പുകമറ സൃഷ്ടിക്കാനാണ് ഈ സംഘം തയ്യാറായത്. മാത്യു കുഴൽനാടൻ MLA ഹൈക്കോടതിയിൽ നൽകിയ കേസിൽ ഈ ആക്ഷേപം വസ്തുതാവിരുദ്ധമാണെന്ന് പറഞ്ഞ് കോടതി തള്ളി. ഏറെ താമസിയാതെ മുൻകാല ആക്ഷേപങ്ങളെ പോലെ ഇതും ചരമമടയും. അപ്പോൾ ഒന്നും അറിയാത്തതുപോലെ ഇവരൊക്കെ തിരികെ നുണ ഫാക്ടറികളിലേക്ക് മടങ്ങും. യാതൊരു അടിസ്ഥാനവുമില്ലാതെ ആരോപണങ്ങൾ മെനയുക, അതിനെ പൊടിപ്പും തൊങ്ങലും പകർന്ന് തുടക്കഥകൾ സൃഷ്ടിക്കുക. ഇതാണ് കഴിഞ്ഞ 8 വർഷമായി കോൺഗ്രസും BJPയും വലതുപക്ഷ മാധ്യമങ്ങളും കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കള്ളം പൊളിയുമ്പോൾ ഖേദം പ്രകടിപ്പിക്കുക എന്ന സാമാന്യ മര്യാദ പോലും കാണിക്കാതെ അടുത്ത കള്ളപ്രചാര വേലയ്ക്ക് ഗ്രൗണ്ട് ഒരുക്കുകയാണ് ഇവർ ചെയ്യുന്നത്. രണ്ടാം പിണറായി സർക്കാർ മൂന്നാം പിണറായി സർക്കാരിന്റെ പടിവാതിലിലേക്കുള്ള യാത്രയാണെന്ന് വളരെ വ്യക്തമായി അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവർ ആവും വിധം നുണകൾ പടച്ചുവിട്ട് സർക്കാരിനെ തകർക്കാൻ ശ്രമിക്കുന്നതും. നുണകൾ നട്ടാൽ മുളയ്ക്കുക പോലുമില്ല എന്നുപോലും അറിയാത്ത പ്രതിപക്ഷം എത്ര നാൾ ഇങ്ങനെ തുടരുമെന്നും കണ്ടറിയണം.